അത് സലഫിയത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ ദീൻ, സഹാബികൾ പാലിച്ച ദീൻ, താബിഈങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാർഗം, അതിൽ നമ്മൾ എങ്ങനെയാണ് നിലകൊള്ളുന്നത്, അതിനോടുള്ള നമ്മുടെ സമീപനം എന്താണ്, അവർ ആ ദീൻ എങ്ങനെയാണ് പാലിച്ചത് അതുപോലെ അത് പാലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, ആ ദീൻ അവരെങ്ങനെയാണ് നമുക്ക് എത്തിച്ചു തന്നത് അതുപോലെ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് ശ്രമം നടക്കുന്നുണ്ടോ, അവർ പഠിച്ചതുപോലെ നമ്മൾ പഠിക്കുന്നുണ്ടോ. സഹോദര, ഒരു ഐബായ കാര്യമാണ് ഒരാൾ ഒരു കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കേട്ട് ഞാൻ സലഫിയാണെന്ന് പറഞ്ഞെടുക്കുക, എന്നിട്ട് അവൻ ഖുർആൻ എടുത്ത് ഓതിയാൽ അതിൽ മുഴുവൻ അബദ്ധം ഉണ്ടാവാൻ. ഒരു ഐബാണ്, വളരെ വലിയ ഐബാണ്. പലപ്പോഴും ചില ആൾക്കാർക്ക് നമ്മൾ കാണണം, ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സലഫിയാണെന്ന് നമ്മൾ കാണാൻ തുടങ്ങി എത്ര വർഷങ്ങളായിട്ടുണ്ടാവും. പക്ഷെ ഖുർആൻ അങ്ങ് എടുത്ത് ഓതിക്കഴിഞ്ഞാൽ ഒരു മദ്രസയിൽ പഠിക്കുന്ന കുട്ടി ഓതുന്ന അത്ര പോലും ചിലപ്പോൾ ഓതാൻ അറിയില്ല. എന്നാലോ അതിന് വലിയ വലിയ വിഷയങ്ങളെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഇതൊരിക്കലും സലഫിയല്ല, ഇത് സലഫിയത്തുമായി ഒരു ബന്ധമില്ല. നിനക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ കലാം വൃത്തിക്ക് ഓതാൻ നീ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്? എന്തിനാണ് നീ സലഫിയത്തിൻ്റെ പേര് മോശമാക്കുന്നത്? ഖുർആൻ നിനക്ക് ഓതാൻ അറിയില്ലെങ്കിൽ, നീ ഇതുവരെ പഠിക്കുന്നില്ലെങ്കിൽ, അതിന് സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ, നമ്മൾ സഹാബത്തിൻ്റെ മാർഗത്തിലാണെന്ന് നമ്മൾ പറയുക, എന്നിട്ട് നമ്മൾ ദീന് പഠിക്കാതിരിക്കുന്നു എങ്കിൽ, ദീനിൻ്റെ പ്രധാനപ്പെട്ട വിധിവിലക്കുകൾ പഠിക്കാൻ നമുക്കൊരു സ്വഭാവപ്പോഴും എത്തിയിട്ടില്ലെങ്കിൽ, സഹോദര, ഇത് ഒരു അവകാശവാദം മാത്രമായി മാറും. ഒരു കാര്യമില്ല. നീ സലഫിയാണെന്നല്ല, എന്ത് പേര് നിനക്കിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ അടുത്ത് ഈ പേരുകൊണ്ടൊന്നൊരു കാര്യമില്ല. ഇത് അള്ളാഹുവിൻ്റെ അടുത്ത് ഉപയോഗപ്പെടണമെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കണം.